കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട കുടുംബം നൽകിയ ഹർജിയിൽ വിധിയുണ്ട്. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ വിധി പറയുക. സുനിൽ ഐസക് ഉണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. സുനിൽ, എപ്പോഴാണ് കോടതി വിധി പറയുക? ഒപ്പം ഈ കേസിന്റെ മുന്നോട്ടു പോക്കുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വിധി എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്? രേഷ്മ, നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ആ ഹർജിയിൽ അടുത്ത ദിവസം തന്നെ കോടതി വിധി പറയും. അതിന് മുന്നോടിയായിട്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും അതുകൊണ്ട് തന്നെ മറ്റൊരു കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് അത്തരമൊരു ഏജൻസി എത്തിയാൽ ഈ തെളിവുകൾ സംരക്ഷിച്ചില്ലെങ്കിൽ യഥാർത്ഥ പ്രതിയിലേക്ക് എത്താൻ കഴിയില്ലെന്നുമാണ് കുടുംബത്തിൻ്റെ വാദം. അതുകൊണ്ട് തന്നെ പ്രധാനമായും 4 കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നവീൻ ബാബു, ഒപ്പം ഈ കേസിലെ പരാതിക്കാരനായി വന്നിരുന്ന TV പ്രശാന്തൻ, കണ്ണൂർ കളക്ടർ അരുൺ K. വിജയൻ, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും ആളുകളുടെ ഈ 4 പേരുടെ ഫോൺ വിശദാംശങ്ങൾ ശേഖരിക്കണം എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അവരുടെ ഫോണുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അതിൻ്റെ CDR അടക്കമുള്ള കാര്യങ്ങൾ അത് സംരക്ഷിക്കണം. ഒപ്പം ഈ CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് മറ്റൊരു കാര്യം. കാരണം അന്ന് ഈ നവീൻ ബാബുവിൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ നവീൻ ബാബു സഞ്ചരിച്ച CCTV ദൃശ്യങ്ങളുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കണം, സംരക്ഷിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യങ്ങളും ഇതിൻ്റെ വിശദാംശങ്ങളും ശേഖരിച്ചിട്ടുണ്ട് എന്ന മറുപടിയാണ് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ പോലീസിന് വേണ്ടി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. മാത്രമല്ല, ഈ കേസിൽ പ്രതിയല്ലാത്ത TV പ്രശാന്തിൻ്റെയും ഒപ്പം കണ്ണൂർ കളക്ടർ അരുൺ K. വിജയൻ്റെയും ഫോൺ വിശദാംശങ്ങൾ പരിശോധിക്കുന്നത് അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായി മാറുമോ എന്നൊരു സംശയവും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും പക്ഷേ ഇത്തരം രേഖകൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഈ എവിഡൻസുകൾ, ഇത്തരം പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടമാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് കുടുംബത്തിൻ്റെ വാദം. അതുകൊണ്ട് ഇത് സംരക്ഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുക എന്നതാണ് അവരുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വാദം കേട്ടിരുന്നു. അതിൽ ഇന്ന് 11 മണിക്ക് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയും. രേഷ്മ. ശരി, സുനിൽ ഐസക്കാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.